ഇനി മുന്നോട്ടുള്ള റഷ്യ യുക്രൈൻ അല്ലെങ്കിൽ റഷ്യ അമേരിക്ക സംഘർഷങ്ങളിൽ വളരെ നിർണായകമാകുവാൻ പോകുന്ന ഒരു വഴിത്തിരിവ്, ഒരു മേജർ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. റഷ്യ ഔദ്യോഗികമായി തങ്ങളുടെ ന്യൂക്ലിയർ മിസൈൽ ട്രീറ്റി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നാം കണ്ണോടിച്ചാൽ അറിയാം, ഏവരും ഇതിനെ വളരെ എക്സ്ക്ലൂസീവായി തന്നെ ഇപ്പോൾ കവർ ചെയ്യുകയാണ്. ശീതയുദ്ധ കാലത്ത് മുതൽ, അതായത് 1987 നിലവിൽ വന്ന ഈ ഉടമ്പടി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് ഒരു കാരണമായിരുന്നു. യുഎസും റഷ്യയും ന്യൂക്ലിയർ വാർഹെഡുകൾ ഘടിപ്പിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ തമ്മിൽ ഉന്നം ചെയ്തു വെക്കില്ല എന്നതായിരുന്നു ഈ ഉടമ്പടി. 1987 മുതൽ 2025 വരെ ലോക മഹാശക്തികൾ തമ്മിൽ ന്യൂക്ലിയർ മിസൈലുകൾ വർഷിക്കില്ല എന്ന ഒരു ഉറപ്പായിരുന്നു ഈ ഉടമ്പടി മൂലം ലോകത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ റഷ്യ ഇതിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. റഷ്യ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ റഷ്യയുടെ ഈ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന്റെ കാരണത്തെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ നാം ചെന്ന് നിൽക്കുന്നത് റഷ്യൻ ജിയോ പൊളിറ്റിക്സിലെ ചാണക്യനായ വ്ളാഡിമിർ പുടിന്റെ വരെ സാക്ഷാൽ ഗുരുവായ അലക്സാണ്ടർ ദുഗിന്റെ ഒരു ട്വീറ്റിലാണ്. അലക്സാണ്ടർ ദുഗിനെ പറ്റി പറയുകയാണെങ്കിൽ, പുടിൻസ് ബ്രെയിൻ, വ്ളാഡിമിർ പുടിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം റഷ്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ടാണ്. റഷ്യ എന്ന രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിനെ പറ്റി ഇവരുടെ എല്ലാ മിലിറ്ററി ഓഫീസേഴ്സിനെയും പഠിപ്പിക്കുന്ന പല ബുക്കുകളും ഇദ്ദേഹത്തിന്റെ രചനയാണ്. പലപ്പോഴും അമേരിക്കൻ ജേർണലിസ്റ്റുകൾക്ക് മുമ്പിൽ വരെ റഷ്യ എന്ന രാജ്യത്തിന്റെ നിലപാട് വളരെ സൂക്ഷ്മമായി ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റീസെന്റ് ഇദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ പറ്റി ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. നമുക്ക് കാണാം, വളരെ ചെറിയൊരു ട്വീറ്റാണിത്. അവസാനം ഞാൻ വളരെ ദുഃഖകരമായ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഈസ് ടോട്ടലി മാഡ്. ട്രംപ് ഭ്രാന്തനായി കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഷെയിം, വി ലവ്ഡ് ഹിം. ഇവിടെ വി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ മാത്രം, അല്ലെങ്കിൽ റഷ്യൻസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഇന്നത്തെ കാലത്ത് യുദ്ധത്തെ വെറുക്കുന്ന, ലോകമെമ്പാടും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏവരെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്. അലക്സാണ്ടർ ദുഗിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ, സമാധാനത്തിൽ വിശ്വസിക്കുന്ന, യുദ്ധങ്ങൾക്കും കോൺഫ്ലിക്റ്റിനും എതിരായ ഇദ്ദേഹം പലപ്പോഴും ചർച്ചകൾക്കും ഡിപ്ലോമസിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമാധാനത്തിന്റെ ദൂതനാകും, ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങളെ നിർത്തലാക്കും എന്നിങ്ങനെ ഇലക്ഷന് മുമ്പായി ട്രംപ് നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായും ട്രംപിനെ ലംഘിക്കുവാൻ പോകുകയാണ്. ട്രംപ് വരും ദിവസങ്ങളിൽ റീജിയണിൽ ഒരു ലാർജ് സ്കെയിൽ കോൺഫ്ലിക്റ്റിന് കാരണമായേക്കും. അതിനാൽ റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാടെന്തെന്നാൽ, നാറ്റോയെയും ട്രംപിനെയും കുടിച്ച വെള്ളത്തിൽ ഇനി വിശ്വസിക്കില്ല എന്നതാണ്. ട്രംപിനെ പറ്റി ഇനി എന്തോ പറയാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതുപോലെ ട്രംപ് കാറ്റഗറിക്കലി ഭാരതത്തെയും റഷ്യയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യയെ ലക്ഷ്യമാക്കി 2 ന്യൂക്ലിയർ സബ്മറൈനുകളെ ഡിപ്ലോയ് ചെയ്തു എന്നത് മാത്രമല്ല, അത് ലോകത്തിന് മുമ്പിൽ വിളിച്ചും പറഞ്ഞു. റഷ്യക്കരികിൽ ഏതു നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറായി ഞങ്ങളുടെ 2 ന്യൂക്ലിയർ സബ്മറൈനുകൾ ഇപ്പോൾ ഉണ്ട് എന്ന്. ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും ന്യൂക്ലിയർ മിസൈലുകൾ തൊടുത്തുവിടുവാൻ തയ്യാറായി അമേരിക്കൻ സബ്മറൈനുകൾ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന ഈ ന്യൂക്ലിയർ മിസൈൽ ട്രീറ്റി അർത്ഥമില്ലാതാകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറുകയാണ് എന്നാണ് റഷ്യയുടെ പക്ഷം. ഒരുപക്ഷെ ലോകത്തെ വളരെ കുറെ നാളത്തേക്ക് ആണവ ഭീതിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന ഈ ട്രീറ്റിയുടെ ലംഘനത്തിന് കാരണമായിക്കൊണ്ട് ട്രംപ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ബ്ലണ്ടറാണ്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നാൽ, ഉടമ്പടിയുടെ പരിധിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ന്യൂക്ലിയർ വാർഹെഡോട് കൂടിയ 5500 കിലോമീറ്റർ റേഞ്ചിന്റെ മിസൈലുകൾ റഷ്യയിലെമ്പാടും ഡിപ്ലോയ്മെന്റ് സ്റ്റേജിൽ എപ്പോൾ വേണമെങ്കിലും തൊടുത്തുവിടുവാൻ തയ്യാറാക്കി ഇവർ വെക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, റഷ്യയുടെ ഈ 5500 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ അമേരിക്കയ്ക്ക് എങ്ങനെ ഒരു ഭീഷണിയാകുവാനാണ് എന്ന്. ഞാൻ വ്യക്തമാക്കാം. ഇവിടെ നമുക്ക് കാണാം, റഷ്യയുടെ ഈസ്റ്റേൺ റീജിയനിൽ നിന്നും അമേരിക്കയെ ലക്ഷ്യമാക്കി ഈ മിസൈൽ തൊടുത്തുവിടുകയാണെങ്കിൽ ഈസിയായി യുഎസ്എയുടെ വെസ്റ്റ് കോസ്റ്റിനെ, ഇവരുടെ ഏറ്റവും ഇക്കണോമിക്കലി പവർഫുൾ സ്റ്റേറ്റായ കാലിഫോർണിയയെ ഉൾപ്പെടെ നാശമാക്കുവാൻ കഴിയും. മാത്രമല്ല, ഈ സൈഡിൽ നിന്നും യൂറോപ്പിനെ മുഴുവൻ ഈസിയായി ഹിറ്റ് ചെയ്യുവാനും ഈ മിസൈലിനാകും. ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ എങ്ങും നിറഞ്ഞു നിന്നിരുന്ന ദിമിത്രി മെദ്വദേവിന്റെ ഏറ്റവും പുതിയ ട്വീറ്റ് കൂടി കൂട്ടിവായിക്കുമ്പോൾ കാണാം, റഷ്യ മീഡിയം ഷോർട്ട് റേഞ്ച് മിസൈലുകളെ ഡിപ്ലോയ് ചെയ്യുവാനായി തയ്യാറാക്കിയിരിക്കുകയാണ്. ശത്രുക്കളോടായി ഇതാണ് പുതിയ റിയാലിറ്റി എന്നും, കൂടാതെ എക്സ്പെക്ട് ഫർദർ സ്റ്റെപ്സ് ഫ്രം റഷ്യ, റഷ്യയിൽ നിന്നും ഇനിയും പല കടുത്ത തീരുമാനങ്ങളും പ്രതീക്ഷിക്കാമെന്ന്. അതായത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ ഇത്തരത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കുവാൻ വേണ്ടി തമ്മിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു വെക്കുന്നതിനായി നിർമ്മിച്ച പല ട്രീറ്റികളും ഒരുപക്ഷെ ഇരു രാജ്യങ്ങളും ഇനി കാറ്റിൽ പറത്തിയേക്കാം. ലോകശക്തികൾ തമ്മിൽ തങ്ങളുടെ ആയുധങ്ങൾ തൊടുത്തുവിടുവാൻ തയ്യാറാക്കി വെച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു മാസ് ഡിസ്ട്രക്ഷൻ പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യത്തിലേക്ക്, ഒരുപക്ഷെ പഴയ 1970s ലോകം പോയേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നാളെ ഒരു ദിവസം പെട്ടെന്നൊരു ന്യൂക്ലിയർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ മിസൈൽ ആക്രമണം നടക്കുകയാണെങ്കിൽ സാധാരണ ജനങ്ങളെല്ലാം പൊടുന്നലെ ഒരു ഷോക്കിലായിരിക്കും. പെട്ടെന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതിനുശേഷം അതിന്റെ കാരണങ്ങൾ തേടിപ്പോകും. എന്നാൽ ജിയോ പൊളിറ്റിക്സിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ വ്യക്തമായ സൂചനകൾ മുൻപേ തന്നെ ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി അവസാനമായി ഇതിനെയെല്ലാം ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ NSA അജിത് ഡോവൽ അടിയന്തരമായി ഇപ്പോൾ റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആകും ഉണ്ടാകാൻ പോകുക എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് ആയിരിക്കും. വരും ദിവസങ്ങളിൽ അതേക്കുറിച്ച് അറിയുവാനായി, മാത്രമല്ല ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.